ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ സ്കൂൾ ബസ്. എല്ലാവർക്കും 9th സ്റ്റാൻഡേർഡിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു ചാപ്റ്റർ, നമ്മൾ ഇതുവരെ കേൾക്കാത്തതും യൂട്യൂബിലൊക്കെ വീഡിയോസ് വളരെ കുറവാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഫസ്റ്റ് ചാപ്റ്റർ ഇംഗ്ലീഷിൻ്റെത് നോക്കാം. ഓക്കെ, ഈ ഒരു PDF-ൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ്, എനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെച്ചിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഹാഫ് എ ഡേ. ഹാഫ് എ ഡേ എന്ന് വെച്ചാൽ എന്താ? ഒരു പകുതി ദിവസം. I proceeded alongside my father, clutching his right hand, running to keep up with his long strides. ഞാൻ എൻ്റെ അച്ഛൻ്റെ സൈഡിലൂടെ അങ്ങ് നടന്ന് പോവാണ്. അച്ഛൻ്റെ വലത് കൈ ഞാൻ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ഹിസ് ലോങ് സ്ട്രൈഡ്. നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടായിട്ടുണ്ടാവില്ലേ ഈ ഒരു അനുഭവം? നമ്മുടെ പേരൻസൊക്കെ നടക്കുമ്പോൾ അവർ വലിയ വലിയ സ്റ്റെപ്പാണ് എടുത്ത് വെക്കുക. നമ്മുടെ കുഞ്ഞി കാല് വെച്ചിട്ട് നമുക്ക് അവരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കുട്ടി അച്ഛൻ്റെ സൈഡിൽ ഇങ്ങനെ ഓടുകയായിരുന്നു, അച്ഛൻ്റെ കൂടെ ഒന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. All my clothes were new, the black shoes, the green school uniform and the red tarbouche. എൻ്റെ വസ്ത്രങ്ങളൊക്കെ പുതിയതായിരുന്നു. എനിക്ക് പുതിയ കറുത്ത ഷൂ ഉണ്ടായിരുന്നു, എൻ്റെ ഗ്രീൻ യൂണിഫോം ഉണ്ടായിരുന്നു, പിന്നെ റെഡ് ടർബൂഷ്. ടർബൂഷ് എന്ന് വെച്ചാൽ തലയിൽ വെക്കുന്നൊരു തൊപ്പിയാണ്. അത് റെഡ് കളറൊരു എൻ്റെ പുതിയതായിട്ടുള്ള എനിക്കൊരു തൊപ്പി ഉണ്ടായിരുന്നു. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് ഹൗഎവർ വാസ് മിക്സ്ഡ്. പുതിയ കുപ്പായക്കെട്ട സന്തോഷം ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിലെ വികാരങ്ങൾ അത് കുറച്ച് മിക്സ്ഡ് ആയിരുന്നു. എനിക്കൊരു സംശയമായിരുന്നു, അത്ര കംപ്ലീറ്റ് സന്തോഷമൊന്നും ആയിരുന്നില്ല. For this was no feast day, but the day on which I was to be cast into school for the first time. കാരണം ഞാൻ വിരുന്നിന് പോവല്ല ഇതൊക്കെ ഇട്ടിട്ട്, ഇത് എന്നെ സ്കൂളിൽ പോവാണ്. എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയുടെ വികാരങ്ങളൊക്കെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടിരിക്കുന്നത്. സെക്കൻഡ് പാര നോക്ക്. മൈ മദർ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ വാച്ചിങ് അസ്. എൻ്റെ അമ്മ ജനാലക്കരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു, നമ്മൾ നടന്നു പോകുന്നത് നോക്കി. ആൻഡ് ഐ വുഡ് ടേൺ ടുവേർഡ് ഹർ ഫ്രം ടൈം ടു ടൈം അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, എന്നെ ഒന്ന് സഹായിക്കുക എന്നുള്ളതിൽ. കാരണം എനിക്ക് സ്കൂളിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. വി വാക്ക്ഡ് അലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് ഓൺ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്, prickly pears, henna trees and a few date palms. അപ്പം ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്ന ആ ഒരു സ്ട്രീറ്റ്, ആ ഒരു വഴിയുടെ ചുറ്റും എന്തായിരുന്നു? രണ്ട് സൈഡിലും എന്തായിരുന്നു? ഗാർഡൻ ആയിരുന്നു, പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഓൺ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്. പിന്നെ പൂന്തോട്ടം കഴിഞ്ഞാലോ വലിയ പാടങ്ങളായിരുന്നു, അവിടെ കുറേ ക്രോപ്സ് പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ ക്രോപ്സ് ആയിരുന്നു? പ്രിക്ലി പെയർസ്. പ്രിക്ലി എന്ന് വെച്ചാൽ മുൾച്ചെടി, പെയർ പഴം ഉണ്ടാവുന്ന മുൾച്ചെടികളുണ്ടായിരുന്നു. ഹെന്ന ട്രീസ്, മൈലാഞ്ചിയുടെ മരം ഉണ്ടായിരുന്നു. എ ഫ്യൂ ഡേറ്റ് പാംസ്. ഡേറ്റ് എന്താണ്? ഈന്തപ്പഴത്തിൻ്റെ പനയും കൂടി ഉണ്ടായിരുന്നു. വൈ സ്കൂൾ? ഐ ചാലഞ്ച് മൈ ഫാദർ ഓപ്പൺലി. ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. എന്തിനാണ് എന്നെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്? ഞാൻ ഒരിക്കലും അച്ഛനെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യില്ല, ഞാൻ ശല്യം ചെയ്യില്ല, ഞാൻ കുരുത്തക്കോടൊന്നും കളിക്കില്ല എന്ന് പറയും. ഐ എം നോട്ട് പണിഷിങ് യു ആം ഐ, ഹി സെഡ് ലാഫിങ്. അപ്പം അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയും, അതിന് ഞാൻ നിനക്ക് പണിഷ്മെൻ്റ് ഒന്നും അല്ലല്ലോ തരുന്നത്. സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്, ഇറ്റ് ഈസ് ദ ഫാക്ടറി ദറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. സ്കൂൾ ഒരു പണിഷ്മെൻ്റ് അല്ല, അതൊരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ കുട്ടികളെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവർ വലുതായിട്ട് ഉപയോഗപ്രദമായ ആൾക്കാരായിട്ട് പുറത്ത് വരും. യൂസ്ഫുൾ, നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ, നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും കൊള്ളാത്തവരെന്നൊരു പേര് വരും. ബട്ട് ഡോണ്ട് യു വോണ്ട് ടു ഗ്രോ അപ്പ്? നിനക്ക് വളർന്ന് വലുതായിട്ട് അതുപോലെ ഒരു ഉപയോഗപ്രദമുള്ള ഒരാളായിട്ട് വരണ്ടേ എന്ന് ചോദിക്കും. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. ഇതൊന്നും കേട്ടിട്ട് എനിക്ക് മതിയായില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് there was really any good to be had in tearing me away from the intimacy of my home and throwing me into this building. എൻ്റെ വീട്ടിൽ ഞാൻ സുഖമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ അടുത്ത് നിന്ന് എന്നെ പറിച്ച് വലിച്ച് എവിടെ കൊണ്ടിടുകയാണ്? ഈ ഒരു ബിൽഡിങ്ങിൽ കൊണ്ടുവിടുകയാണ്. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ? അതൊന്നും ഈ കുട്ടിക്ക് പിടിക്കുന്നില്ല. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ്, സ്റ്റോൺ ആൻഡ് ഗ്രിം. ഈ ബിൽഡിങ്ങിൽ കാണുമ്പോൾ തന്നെ വലിയ ജയിൽ കൂടാരം പോലെ വലിയ മതിലുകളൊക്കെ ആയിട്ടുള്ള ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സുഖമില്ലാത്ത സ്ഥലമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഫിഫ്ത്ത് പാരഗ്രാഫ്. വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ് വി കുഡ് സീ ദ കോർട്ട്യാർഡ്, വാസ്റ്റ് ആൻഡ് ക്രാംഡ്, ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഞങ്ങൾ ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ തന്നെ
വലിയൊരു കോർട്ട്യാർഡാണ്, ഒരു മുറ്റം പോലെയുള്ള സ്ഥലമാണ് കാണുന്നത്. വലിയൊരു സ്ഥലമാണ്, ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. അവിടെ മുഴുവൻ തിരിഞ്ഞ് നിൽക്കുന്ന ആരാണ്? കുറേ കുട്ടി ബോയ്സും ഗേൾസൊക്കെ ഉണ്ട്. ഗോ ഇൻ ബൈ യുവർ സെൽഫ് സെഡ് മൈ ഫാദർ. നീ ഒറ്റയ്ക്ക് അകത്തോട്ട് പോയിക്കോ എന്ന് എൻ്റെ അച്ഛൻ പറയും. ആൻഡ് ജോയിൻ ദം. എന്നിട്ട് അവരുടെ കൂടെ പോയി നിൽക്ക്. പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി എ ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ് വോണ്ട് യു. മുഖത്തൊക്കെ ഒരു ചിരിയൊക്കെ വരുത്തി മറ്റുള്ളവർക്കൊരു ഗുഡ് എക്സാമ്പിളായിട്ട് നീ അകത്തോട്ട് പോ. നിന്നെ കാണുമ്പോൾ മറ്റുള്ള കുട്ടികൾക്കും തോന്നണം, ആഹാ ഈ കുട്ടി എത്ര ഹാപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് തോന്നണം എന്ന് പറയും. 6th paragraph. I hesitated and clung to his hand. പക്ഷെ ഞാൻ മടി പിടിച്ചു. ഹെസിറ്റേറ്റ് ചെയ്യുന്ന വെച്ചാൽ മടി പിടിച്ചിട്ട് ഞാൻ അച്ഛൻ്റെ കൈ തന്നെ ഇങ്ങനെ പിടിച്ചിരുന്നു. ബട്ട് ഹീ ജെൻറ്റ്ലി പുഷ്ഡ് മീ ഫ്രം ഹിം. പക്ഷേ അച്ഛൻ എന്നെ മെല്ലെ അച്ഛൻ്റെ അടുത്തുനിന്ന് തള്ളി വിട്ടു. ബി ബോൾഡായിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക എന്ന് പറയും. ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. ഇന്ന് നീ ജീവിതം തുടങ്ങുകയാണ്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. സ്കൂള് വിടാൻ നേരത്ത് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും, നീ പേടിക്കണ്ടെന്ന് പറയും. 7th para. I took a few steps. ഞാൻ കുറച്ച് സ്റ്റെപ്സ് മുമ്പോട്ട് എടുത്തു. ദെൻ സ്റ്റോപ്ഡ് ആൻഡ് ലുക്ക്ഡ്. എന്നിട്ട് വീണ്ടും നിന്നിട്ട് തിരിഞ്ഞു നോക്കി. ബട്ട് സോ നത്തിങ്. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. കുറച്ചുകൂടെ നടന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ ദൂരെ നിന്ന് കണ്ട ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ മുഖം തെളിഞ്ഞ് കാണാൻ പറ്റി. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. ഇതിലൊരാളെ പോലും എനിക്ക് പരിചയമില്ല. നൺ ഓഫ് ദം ന്യൂ മീ. ആർക്കും എന്നെ ഒട്ട് പരിചയമില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. വഴിതെറ്റി വന്നൊരു അപരിചിതനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വെർ ഡയറക്റ്റഡ് ടുവേർഡ് മീ ആൻഡ് ദ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ് ഹു ബ്രോട്ട് യു. പക്ഷേ അവിടെയുള്ള കുട്ടികളൊക്കെ എന്നെ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് ഒരു ആൺകുട്ടി എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എന്നോട് ചോദിക്കും, നിന്നെ ആരാ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. മൈ ഫാദർ, ഐ വിസ്പേർഡ്. ഞാൻ ഇങ്ങനെ മെല്ലെ വിസ്പർ ചെയ്യാന്ന് വെച്ചാൽ ചെറിയ ശബ്ദത്തിൽ പറയാം, മൈ ഫാദർ, എൻ്റെ അച്ഛനാണ് കൊണ്ടുവന്നേ പറയും. മൈ ഫാദേഴ്സ് ഡെഡ്, ഹീ സെഡ് ക്വൈറ്റ് സിംപ്ലി. പക്ഷേ ഈ കുട്ടി നമ്മുടെ ആരാ കൊണ്ടുവന്നേ ചോദിച്ച കുട്ടിയുടെ റിപ്ലൈ എന്താ? എൻ്റെ അച്ഛൻ മരിച്ചു പോയിന്ന്. പക്ഷേ ആ കുട്ടി അത്ര സിമ്പിളായിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്, അത്ര സീരിയസ് ആയിട്ടല്ല പറഞ്ഞത്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു എൻ്റെ അച്ഛൻ മരിച്ചു പോയിന്ന്. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ് ലെറ്റിംഗ് ഔട്ട് എ പിറ്റിയബിൾ സ്ക്രീച്ച്. അപ്പോൾ ഗേറ്റ് അടയ്ക്കുമ്പോൾ ഒരു വൃത്തികെട്ട ശബ്ദമില്ലേ, കീന്നൊരു ശബ്ദം, ആ ഒരു ശബ്ദം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സ്ക്രീച്ച് എന്ന് പറയുന്നത്. സം ഓഫ് ദ ചിൽഡ്രൻ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ഗേറ്റ് അടച്ചപ്പോൾ തന്നെ കുട്ടികളെ പൊട്ടി കരയാൻ തുടങ്ങി. ദ ബെൽ റാങ്. ബെല്ലടിച്ചു. എ ലേഡി കെയിം അലോങ്. ഒരു സ്ത്രീ കൂടെ വന്നു. ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. ആ സ്ത്രീയുടെ കൂടെ തന്നെ കുറേ ആണുങ്ങളും ഉണ്ടായിരുന്നു. ദ മെൻ ബിഗാൻ സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ്. അപ്പോൾ ഈ ആണുങ്ങളൊക്കെ തന്നെ ഈ കുട്ടികളൊക്കെ ഓരോ ഗ്രൂപ്പിലായിട്ട് തരംതിരിക്കാൻ തുടങ്ങി. 9. This is your new home, said the woman. Here too there are mothers and fathers. Here there is everything that is enjoyable and beneficial to knowledge and life. Dry your tears and face life joyfully, won't you? അപ്പോൾ എന്താണ് ഈ സ്ത്രീ പറയുന്നത്? ഇത് നിങ്ങളുടെ പുതിയ വീടാണ്. ഇവിടെയും നിങ്ങൾക്ക് അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതും നിങ്ങളുടെ നോളേജിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളുമാണ്. നിങ്ങളെ ജീവിതം പഠിപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവിട്ടേക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കണ്ണീരൊക്കെ തുടച്ച് ചിരിച്ചുകൊണ്ട് നമുക്ക് ഈ ലൈഫിനെ നേരിടാം എന്ന് ചോദിക്കും. 10th paragraph. We submitted to the facts and this submission brought a sort of contentment. അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ജീവിതം, ഇവിടെ നമ്മൾ ലൈഫിനെ കുറിച്ച് പഠിക്കാനാണ്, കുറച്ചുകൂടെ വിവരം നേടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സോർട്ട് ഓഫ് കണ്ടെൻറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു കാം ഫീലിംഗ് വന്നു. ഓക്കെ, ഇത് കുഴപ്പമൊന്നുമില്ലാത്തൊരു സ്ഥലമാണെന്നൊരു ഫീലിംഗ് വന്നു. Living beings are drawn to other living beings, and from the first moment my heart made friends with such boys were to be my friends and fell in love with such girls I was to be in love with. Then it seemed to me my misgivings had no basis. അപ്പോൾ മനുഷ്യന്മാർ, അതായത് ലിവിങ് ബീങ്സ്, ജീവജാലങ്ങളൊക്കെ മറ്റ് ജീവജാലങ്ങളെ അട്രാക്റ്റ് ചെയ്യും അല്ലേ? നമുക്ക് മറ്റു ഒരു നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കുക, നിങ്ങൾ ലോകത്ത് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, വേറെ ജീവനോടുള്ള ആരുമില്ല. അപ്പോൾ നമുക്ക് ജീവിക്കാൻ തോന്നും? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ മറ്റ് മനുഷ്യരിലേക്ക് ഡ്രോൺ ആണ്, അട്രാക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ സ്കൂളിലെത്തുമ്പോൾ നമ്മൾ കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കും. ഐ ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്. ഞാൻ പല ഗേൾസുമായിട്ട് പ്രണയത്തിലായി, എനിക്ക് അവരോടൊക്കെ സ്നേഹം തോന്നി. ദെൻ ഇറ്റ് സീം ടു മീ മൈ മിസ്ഗിവിങ്സ് ഹാഡ് നോ ബേസിസ്. ഞാൻ ഈ ആലോചിച്ച് കൂട്ടിയ വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും ഒരു ബേസ് ഇല്ലായിരുന്നു എന്ന് ഈ കുട്ടിക്ക് മനസ്സിലായി കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടുമ്പോഴത്തേക്കും.
11th para. I had never imagined school would have this rich variety. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല സ്കൂൾ ഇത്ര വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അവിടെ പലതരത്തിലുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. We played all sorts of games, swings, the vaulting horse, ball games. ഞങ്ങൾ പല കളികൾ കളിച്ചു, ഊഞ്ഞാലാടി, പിന്നെ കുതിരകൾ കൊണ്ട് കളിച്ചു, ബോൾ വെച്ചിട്ടുള്ള കളികൾ കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് ആ ഫസ്റ്റ് സോങ്. നമ്മൾ മ്യൂസിക് റൂം പോയിട്ട് നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ പാട്ട് ഒരുമിച്ച് പാടി. വി ഓൾസോ ഹാഡ് എ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ഞാൻ വേറൊരു ഭാഷ പഠിച്ചു. ഇപ്പം നമ്മളൊക്കെ മലയാളീസാണല്ലേ, അപ്പോൾ നമ്മൾ സ്കൂളിൽ എത്തുമ്പോഴാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെ ഹിന്ദി ലാംഗ്വേജ് അല്ലെ അറബിക് ഓർ സാൻസ്ക്രിത് എന്നീ ലാംഗ്വേജസിനെ നമ്മൾ പരിചയപ്പെടുന്നതടക്കം. We saw a globe of earth which revolved and showed the various continents and countries. അവിടെ ഒരു ഗ്ലോബ് ഉണ്ടായിരുന്നു എർത്തിൻ്റെ. അത് കറങ്ങും തോറും എനിക്ക് ഓരോ കോണ്ടിനെൻസും ഓരോ കൺട്രീസും കാണാൻ പറ്റുമായിരുന്നു. We started learning the numbers. ഞാൻ നമ്പേഴ്സ് എണ്ണാൻ പഠിച്ചു. We ate delicious food, took a little nap and woke up to go on with friendship and love, play and learning. ഞങ്ങൾ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു, കുറച്ച് നേരം ഉറങ്ങി, എന്നിട്ട് എഴുന്നേറ്റിട്ട് വീണ്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനും പഠിക്കാനും ഒക്കെ പോയി. 12th പാരഗ്രാഫാണ്. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. Dust-laden winds and unexpected accidents could happen suddenly. പക്ഷേ ഇങ്ങനെയൊക്കെ ആയാലും നമ്മുടെ ആ ഒരു വഴി അത്ര മധുരമുള്ള വഴിയോ, അൺക്ലൗഡഡ് എന്ന് വെച്ചാൽ നമുക്കൊരു ദുഃഖം വരുമ്പോൾ മേഘം കറുത്തിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, നമ്മളൊരു സാഡ്നെസ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂസേജാണ് ക്ലൗഡി ആയിരിക്കുക, മൂകതയുള്ളൊരു. അപ്പോൾ ഞാൻ പറയില്ല എൻ്റെ ഫുൾ ക്ലിയർ ബ്രൈറ്റ് സ്കൈ ആയിരുന്നു, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു ഈ ഒരു ജേർണി, ഈ ഒരു പാത്ത് എന്ന്. അപ്പോൾ കൊടുങ്കാറ്റുകൾ പോലെയാണ് ആക്സിഡൻസിനും സംഭവിക്കാൻ പറ്റുന്നത് ഈ ഒരു പാത്തിൽ. സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ. അതുകൊണ്ട് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണമായിരുന്നു ആൻഡ് വെരി പേഷ്യൻറ്റ്. നമ്മളെപ്പോഴും പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കണമായിരുന്നു, എപ്പോഴും കെയർഫുൾ ആയിട്ട് ഇരിക്കണമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. സ്കൂളെന്ന് വെച്ചാൽ വെറുതെ കളിച്ച് ചിരിച്ച് നടക്കേണ്ട ഒരു സ്ഥലം മാത്രമായിരുന്നില്ല. റൈവൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റ്രെഡ് ഓർ ഗിവ് റൈസ് ടു ഫൈറ്റിംഗ്. റൈവൽറി എന്ന് വെച്ചാൽ എന്താ, എനിമീസ് അല്ലേ. എനിമീസ് കാരണം നമുക്ക് വേദന, അടികൂടി വേദന ഉണ്ടാവാം, വെറുപ്പ് തോന്നിക്കും ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഈ എനിമീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് വൈൽ ദ വുമൻ വുഡ് സംടൈംസ് സ്മൈൽ, ഷി വുഡ് ഓഫൻ സ്കൗൾ ആൻഡ് സ്കോൾഡ്. അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും, പക്ഷേ ചില സമയം അവരിങ്ങനെ ഒച്ചയെടുക്കും, ഒച്ചപ്പാടുണ്ടാക്കും, വഴക്ക് പറയുകയൊക്കെ ചെയ്യും. ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി ഷി വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ത്രീ, നമ്മുടെ ആദ്യം മീറ്റ് ചെയ്ത സ്ത്രീ എന്താണ് ചെയ്യുക, അധികം കുരുത്തക്കേടുള്ള വെച്ചാൽ ഫിസിക്കൽ പണിഷ്മെൻറ്റ് എന്ന് വെച്ചാൽ അടി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ഡേ ആൻഡ് ദി എൻഡ് ഓഫ് വർക്ക്. അങ്ങനെ അവസാനം വൈകുന്നേരമായപ്പോൾ ബെല്ലടിച്ചു. അതിനർത്ഥം എന്താണ്, ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. ദ ത്രോങ്സ് ഓഫ് ചിൽഡ്രൻ റഷ് ടുവേർഡ്സ് ദ ഗേറ്റ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഗ്രൂപ്പായിട്ട് നേരെ ഇവിടത്തേക്കാണ് ഓടുന്നത്, ഗേറ്റിലോട്ട്. വിച്ച് വാസ് ഓപ്പൺഡ് അഗൈൻ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഗേറ്റ് വീണ്ടും തുറന്നു. ഐ ബീഡ് ഫെയർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാർട്ട്സ് ആൻഡ് പാസ് ത്രൂ ദ ഗേറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും, സ്വീറ്റ് ഹാർട്ട്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ഗേൾസിനെയാണ്, ഫ്രണ്ട്സിന് ബോയ്സിനെയും, അവരോടൊക്കെ ബബായി ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഗേറ്റ് കടന്നു. ഐ പിയേർഡ് അറൗണ്ട് ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ. ഞാൻ ഇങ്ങനെ എൻ്റെ ചുറ്റും നോക്കാൻ തുടങ്ങി, പക്ഷേ എൻ്റെ അച്ഛൻ്റെ ഒരു സൈൻ പോലും കാണുന്നില്ല, ഒരു ട്രേസും ഇല്ല. ഹു ഹാഡ് പ്രോമിസ് ടു ബി ദെയർ. അച്ഛൻ എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഉണ്ടാവും ക്ലാസ് കഴിയുമ്പോഴത്തേക്കും, പക്ഷേ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ലായിരുന്നു. 14 ഐ സ്റ്റെപ്ഡ് എ സൈഡ് ടു വെയിറ്റ്. ഞാൻ സൈഡിലോട്ട് മാറി നിന്നിട്ട് എന്ത് വിചാരിക്കും, വെയിറ്റ് ചെയ്യാം, വരുമായിരിക്കും. When I had waited for a long time without a veil, I decided to return home on my own. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും അച്ഛൻ വരുന്ന ഒന്നും കാണാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് അങ്ങ് വീട്ടിലോട്ട് പോകാമെന്ന്. After I had taken a few steps, a middle-aged man passed by and I realized at once that I knew him. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പോട്ട് നടത്തുമ്പോൾ ഒരു ഒരു മധ്യവയസ്കനായ ആണുങ്ങൾ നടന്നു പോകുന്ന കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇയാളെ എനിക്ക് എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. He came toward me, smiling and shook me by the hand, saying, "It's a long time since we last met. How are you?" അപ്പോൾ ഇയാൾ എൻ്റെ അടുത്തോട്ട് ചിരിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് എൻ്റെ കൈയൊക്കെ ഒരു ഷേക്ക് ഹാൻഡൊക്കെ തന്നിട്ട് പറയും, കുറേ കാലമായാലും നമ്മൾ കണ്ടിട്ട്, നിനക്ക് സുഖം തന്നെയാണോ എന്ന് ചോദിക്കും. With a nod of my head, I agreed with him in turn asked, "And you, how are you?" അപ്പോൾ ഞാൻ എൻ്റെ തല കുലുക്കി, എനിക്ക് സുഖമാണെന്നുള്ള ഇതിൽ. എന്നിട്ട് ഞാൻ തിരിച്ചു ചോദിക്കും,
നിങ്ങൾക്ക് സുഖമാണോ ചോദിക്കും. ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ ഓൾ മൈറ്റ് ബി പ്രേസ്ഡ്. അപ്പോൾ അയാൾ പറയും, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്രയ്ക്ക് സുഖമൊന്നുമില്ല, ദൈവം രക്ഷിക്കട്ടെ എന്ന് പറയും. 15th, അഗൈൻ ഹി ഷുക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെൻറ്റ് ഓഫ്. അങ്ങനെ എനിക്ക് വീണ്ടും കൈ തന്നിട്ട് അയാൾ പോയി. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ്. ഞാൻ വീണ്ടും കുറച്ച് സ്റ്റെപ്സ് മുമ്പോട്ട് എടുത്തു. ദെൻ ഐ കെയിം ടു എ സ്റ്റാർട്ടിൽഡ് ഹോൾട്ട്. സ്റ്റാർട്ടിൽഡ് എന്ന് വെച്ചാൽ ഞെട്ടിയിട്ട് ഞാനങ്ങ് നിന്നുപോയി. ഗുഡ് ലോഡ്, വേ വാസ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. ഞാൻ വന്ന ആ പൂന്തോട്ടം നിറഞ്ഞ് വഴി എവിടെ പോയി? വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർ ടു? അത് എവിടെയാണ് ഡിസപ്പിയർ ആയത്? അത് എവിടെയാണ് മാഞ്ഞു പോയത്? വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവേഡ് ഇറ്റ്? എപ്പോഴാണ് ഈ വഴിയിൽ മുഴുവൻ ഇത്രയും വാഹനങ്ങൾ വന്ന് നിറഞ്ഞത്? ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലിവ് അപ്പോൺ ഇറ്റ് സർഫേസ്? ഇവിടെ ഈ പാടങ്ങളൊക്കെ ഉണ്ടായിടത്ത് എങ്ങനെയാണ് ആൾക്കാരൊക്കെ വന്ന് താമസിക്കുന്നത്? ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റിഫ്യൂസ് കെയിം ടു കവർ ഇറ്റ്സ് സൈഡ്സ് ആൻഡ് വേർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡേർഡ് ഇറ്റ്? ഇവിടെ ഉണ്ടായിരുന്ന മലകളൊക്കെ എവിടെ? അതിന് ചുറ്റുമുണ്ടായ പാടങ്ങളൊക്കെ എവിടെ? ഈ കുട്ടിക്ക് പെട്ടെന്ന് ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ഒന്നും കാണാനില്ല, വന്ന വഴിയൊന്നും കാണാനില്ല. 16th paragraph. High buildings had taken over, the street surged with children and disturbing noises shook the air. വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ വന്നിരിക്കുകയാണ് അവിടെ. ആ സ്ട്രീറ്റ് മുഴുവൻ കുട്ടികളായിരുന്നു, ഒച്ചപ്പാടും ബഹളവുമായിരുന്നു, ഒരു ശാന്തതയൊന്നും അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. Then there was a band announcing the opening of a circus with clowns and weightlifters walking in front. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു അനൗൺസ്മെൻറ്റ് പോകുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ജീപ്പിൽ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് പോകുന്ന പോലെ ഒരു അനൗൺസ്മെൻറ്റ് പോവാണ്. എന്താണ്? ഇവിടെ ഒരു സർക്കസ് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ക്ലൗൺസ് എന്ന് വെച്ചാൽ എന്താ, ജോക്കറൊക്കെ ഇല്ലേ, അതും പിന്നെ വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ബാൻഡിൻ്റെ കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രൗഡ് മെജസ്റ്റിക്കലി ബൈ. പിന്നെ ഒരു ട്രക്ക് നിറച്ചും ഈ മെയിനായിട്ട് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ രാജകീയമായിട്ട് കൊണ്ടുവന്നതും ഉണ്ടായിരുന്നു. 17th para. The siren of a fire engine shrieked and it was not clear how the vehicle would cleave its way to reach the blazing fire. അപ്പോൾ ഒരു വലിയ തീപിടുത്തം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ഫയർ എൻജിൻ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് സ്പീഡിൽ വരികയാണ്. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വാഹനങ്ങളുടെയും ആൾക്കാരുടെയും ഒക്കെ ഇടയിൽ കൂടെ എങ്ങനെ ഈ ഫയർ എൻജിൻ തീപിടുത്തത്തിൻ്റെ അടുത്ത് എത്തുന്നു. A battle raged between a taxi driver and his passenger while the passenger's wife called out for help and no one answered. അപ്പോൾ ഒരു അടിപിടി നടക്കുകയാണ്. ആര് തമ്മിൽ? ഒരു ടാക്സി ഡ്രൈവറും അതിനകത്തിരിക്കുന്ന പാസഞ്ചറും. അപ്പോൾ ഈ പാസഞ്ചറിൻ്റെ വൈഫാണെങ്കിൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക കാറിനകത്തുനിന്ന്. പക്ഷേ ആരും ആ വിളിയൊന്നും കേൾക്കുന്നില്ല. ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ ഡേസ്, മൈ ഹെഡ് സ്പൺ, ഐ ഓൾമോസ്റ്റ് വെൻറ്റ് ക്രേസി. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, എൻ്റെ തല കറങ്ങുമായിരുന്നു, എനിക്ക് ഭ്രാന്ത് പിടിച്ച പോലെയായി. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹാഫ് എ ഡേ? ഒരു അര ദിവസം ഞാൻ രാവിലെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്, അതായത് രാവിലെ സൂര്യൻ ഉദിച്ചതിൻ്റെയും സൂര്യൻ താഴോട്ട് പോയതിൻ്റെയും ആ ഒരു സമയത്തിനിടയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിരുന്നത്? ഐ വുഡ് ഫൈൻഡ് ദി ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. ചിലപ്പോൾ വീട്ടിലെത്തിയിട്ട് അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ അറിയായിരിക്കും എൻ്റെ ഉത്തരം. ബട്ട് വേർ വാസ് മൈ ഹോം? പക്ഷേ എൻ്റെ വീട് എവിടെയാണ്? ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോർഡ്സ് ഓഫ് പീപ്പിൾ. എനിക്ക് ആകെ കൂടെ കാണുന്നത് വലിയ വലിയ ബിൽഡിങ്സും നിറച്ചു ആൾക്കാരെ മാത്രമാണ്. എനിക്കെൻ്റെ വീടൊന്നും കാണുന്നില്ല. 18th one. I hastened on to the crossroads between the gardens and Abu Khoda. അപ്പോൾ ഞാൻ സ്പീഡിൽ ചെയ്യാമെന്ന് വെച്ചാൽ സ്പീഡിൽ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് ഗാർഡൻ്റെയും അബൂ ഖോഡ ഒരു പ്ലേസാണ്, അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഞാൻ ഇങ്ങനെയൊക്കെയോ പോകാൻ ശ്രമിക്കുകയാണ്. ഐ ഹാഡ് ടു ക്രോസ് അബൂ ഖോഡ ടു റീച്ച് മൈ ഹൗസ്. ഈ അബൂ ഖോഡ എന്നുള്ളൊരു സ്ട്രീറ്റ് കടന്നു കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെ വീട്ടിലെത്താൻ പറ്റുക. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്. പക്ഷേ ഈ കാറ് നിങ്ങൾക്ക് ഇവിടെയുള്ള പിക്ചറിൽ കാണാം, ഇതിൻ്റെ ഇടയിലേക്ക് കൂടെ അങ്ങ് കടന്നെത്താൻ പറ്റുന്നില്ല. ദ ഫയർ എൻജിൻ സൈറൻ വാസ് ഷ്രീക്കിംഗ് അറ്റ് ഫുൾ പിച്ച് ആസ് ഇറ്റ് മൂവ്ഡ് അറ്റ് എ സ്നെയിൽസ് പേസ്. ആൻഡ് ഐ സെഡ് ടു മൈ സെൽഫ്, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലെഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. അപ്പോൾ ഈ ഫയർ എൻജിൻ്റെ ശബ്ദം ഒച്ചത്തിൽ വരികയായിരുന്നു. കാരണം ഒച്ച എഴിയുന്ന സ്പീഡിലാണ് ഈ ഫയർ ട്രക്ക് മൂവ് ചെയ്യുന്നത്, ഈ തിരക്ക് കാരണം. നമ്മുടെ നാട്ടിലൊക്കെ ആലോചിച്ച് നോക്കുക, ഒരു ആംബുലൻസൊക്കെ വരുമ്പോൾ എല്ലാവരും വഴി ഉണ്ടാക്കി കൊടുക്കുമല്ലേ. പക്ഷേ ട്രാഫിക് കാരണം ഈ ഒരു ഫയർ എൻജിന് ഒച്ചൻ്റെ പേസിലാണ് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ കുട്ടി എന്താണ് അവനോട് തന്നെ വിചാരിക്കും, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലെഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂം. അപ്പോൾ ഈ തീ കത്തുന്നത് എന്തിനെയാണോ കത്തിക്കുന്നത്, അപ്പോൾ ആ ഫയർ സന്തോഷത്തോടെ അതിനെ കത്തിച്ച് തീർക്കട്ടെ, ഫയർ സന്തോഷത്തോടെ അതിനെ കൺസ്യൂം ചെയ്യട്ടെ എന്നെൻ്റെ മനസ്സിൽ തോന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? ഈ ഫയർ എൻജിൻ സ്റ്റക്കായതുകൊണ്ടും ഈ തീൻ്റെ അടുത്തോട്ട് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടും
നമുക്ക് ഊഹിക്കാൻ പറ്റും ഈ ഫയർ ട്രക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, എന്താണാവോ കത്താനിരുന്നത് അത് മുഴുവൻ കത്തിത്തീരും. അത്രയും സ്ലോ ആയിട്ടാണ് നമ്മുടെ ഫയർ ട്രക്ക് മൂവ് ചെയ്യുന്നത്. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ് ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. എനിക്ക് ഇറിറ്റേഷനായിട്ട് ഇവിടെ കാത്തു നിന്നിട്ട് എപ്പോഴാണ് ഒന്ന് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന്. ഐ സ്റ്റുഡ് ദെയർ എ ലോങ് ടൈം. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. അൺടിൽ ദ യങ് ലാഡ് എംപ്ലോയിഡ് അറ്റ് ദ അയണിങ് ഷോപ്പ് ഓൺ ദ കോർണർ കെയിം അപ്പ് ടു മീ. അപ്പോൾ അടുത്തൊരു ഇസ്തിരി കടയുണ്ട്, അവിടെ ഒരു ചെറിയ ചെക്കൻ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അവൻ എൻ്റെ അടുത്തോട്ട് വന്നു. He stretched out his arm and said gallantly, "Grandpa, let me take you across." ആ ചെറിയ കുട്ടി അവൻ്റെ കൈ തന്നിട്ട് എന്നോട് പറയും, അപ്പൂപ്പ ഞാൻ സഹായിക്കാം അപ്പുറം കടക്കാനെന്ന്. ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണുന്നുണ്ടോ? കഥയൊക്കെ കേട്ട് എല്ലാവർക്കും കൺഫ്യൂഷനായോ എന്താണ് സംഭവിച്ചത്? ഈ ഹാഫ് എ ഡേയിൽ എന്താണ് സംഭവിച്ചത്? ഈ അപ്പൂപ്പൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പം കണ്ട കാഴ്ചകളും അച്ഛൻ്റെ കൂടെ പോയതും ഗാർഡൻസൊക്കെയാണ് ആദ്യം പറയുന്നത്. പക്ഷേ തിരിച്ചു വരാനാകുമ്പോഴത്തേക്ക് ഈ അപ്പൂപ്പനും വയസ്സായി, നാടാകെ മാറി. നമ്മുടെ നാട് എത്ര മാറി, ഇപ്പോൾ പണ്ടത്തെ പീസ്ഫുള്ളായിട്ടുള്ള എൻവയോൺമെൻറ്റോ ഇതൊന്നും അല്ല എന്നാണ് ഈ സ്റ്റോറിയിലൂടെ ഖലീൽ ജിബ്രാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഖലീൽ ജിബ്രാൻ അല്ല എഴുതിയിരിക്കുന്നത്, നഗ്വേബ് മെഹ്ഫൂസ്. ഈ ഒരു ചെറു കഥയിലേക്കൂടെ നമുക്ക് എത്ര വലിയൊരു മാറ്റമാണ് കാണിച്ചു തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ ഒരു കാര്യം ഞാൻ വായിച്ചു തരാം. ദ സ്റ്റോറി ഹാഫ് എ ഡേ ബ്യൂട്ടിഫുള്ളി അൺഫോൾഡ്സ് 3 phases of human life: the age of innocence, the age of growth and learning, and the age of helplessness and dependence. അപ്പോൾ ഈ സ്റ്റോറിയിലൂടെ നമ്മൾ എന്ത് കാര്യമാണ് മനസ്സിലാക്കിയത്? നമ്മുടെ ജീവിതത്തിന് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നെന്താ? ഏജ് ഓഫ് ഇന്നസെൻസ്, ഈ പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് പേടിച്ച് സ്കൂളിൽ പോകുന്ന ആ ഒരു കുട്ടി. പിന്നെ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ്, വലുതായിട്ട് ലോകം മാറിയതും നാട് മാറിയതും ഇറിറ്റേഷൻ വരുന്നതും അതിനൊക്കെ കുറിച്ചാണ് നമ്മൾ സെക്കൻഡ് ഫേസ്, നമ്മുടെ യൂത്ത് ഫേസ്. പിന്നെ എന്താ? സ്വന്തം ഒന്ന് റോഡ് പോലും ക്രോസ് ചെയ്യാൻ പറ്റാണ്ട് വേറൊരു ചെറിയ കുട്ടിയുടെ സഹായം ആവശ്യം വരേണ്ടി വരുന്ന ഹെൽപ്ലെസ്നെസ് ഫേസ്, അതായത് ഓൾഡ് ഏജിനെയാണ് പറയുന്നത് അല്ലേ. സമയം കഴിയും തോറും നമ്മുടെ ചുറ്റുപാടും മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ലൈഫിൽ നമ്മൾ ഗെയിൻ ചെയ്യുന്ന എക്സ്പീരിയൻസസ് ആണ് നമ്മളെ ഒരു പേഴ്സണാലിറ്റി നമുക്ക് തരുന്നത് അല്ലേ. നമ്മുടെ ഓരോരോ ആറ്റിറ്റ്യൂഡും നമുക്ക് ചിലവർക്ക് ജീവിതത്തിൽ ചിലപ്പോൾ പെട്ടെന്ന് വലിയൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലൊരു ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടാകും, ഭയങ്കര ഫണ്ണൊക്കെ ആയിട്ട് നടന്നൊരു കുട്ടിക്ക് പെട്ടെന്ന് വീട്ടിലൊരു ട്രാജഡി സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ ഭയങ്കര സൈലൻ്റ് ആവും, സീരിയസ് ആവും, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നൊക്കെ തോന്നി ആൾ മാറും. നമ്മുടെ ജീവിതത്തിലെ പല പല അനുഭവങ്ങളാണ് നമ്മുടെ പേഴ്സണാലിറ്റിനെയും ആറ്റിറ്റ്യൂഡിനൊക്കെ ഷേപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവരും ഒന്നുകൂടെ വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.